വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഡൽഹി ബോംബ് ബ്ലാസ്റ്റിൽ പാക് ബന്ധം തെളിയുന്നു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഡൽഹി ബോംബ് ബ്ലാസ്റ്റിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞത് ലോകത്തിനൊരു സന്ദേശം നൽകും, അതായത് ഇത് ചെയ്തവന്മാരെ അടപടലം പൂട്ടും, പക്ഷെ അങ്ങനെ പൂട്ടുന്നത് ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശമായിരിക്കും എന്നാണ് അമിത്ഷാ പറഞ്ഞത്. ലോകത്തിനൊരു സന്ദേശം നൽകും എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പാക് ബന്ധം ഇതിൽ സ്ഥിരീകരിക്കാനായിട്ട് പോകുന്നു എന്ന് ഞാൻ ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്. സ്ഥിരീകരിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് പല നാഷണൽ മീഡിയാസും കൊടുത്തിരിക്കുന്നത്. ഈ ഷാഹിന എന്ന് പറയുന്ന ഈ ഡൽഹി ബ്ലാസ്റ്റ് ഉൾപ്പെട്ടിട്ടുള്ള ആ സ്ത്രീ, ആ തട്ടമിട്ട ഡോക്ടർ, ആ ഡോക്ടർ പാകിസ്ഥാനിലെ ഈ ഇതുണ്ടല്ലോ, പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം, വനിതാ വിങ് ആയിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെടുകയും അതിന്റെ ഉന്നത നേതാക്കളുമായിട്ട് സംസാരിക്കുകയും അവരുമായിട്ട് ബന്ധപ്പെട്ട് അവർ അതിന്റെ ഒരു ചുമതല ഏറ്റെടുക്കുകയും അതിന്റെ ഭാഗമായി ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇവർ അതിലെ ഒരു വനിതാ ഉന്നത നേതാവായിരുന്നു. അത് എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളൊരു സംഭവം നമുക്കറിയാലോ. അതായത് പാകിസ്ഥാനിൽ ഇപ്പോൾ രൂപീകരിക്കപ്പെട്ട ജെയ്ഷെ മുഹമ്മദിന്റെ മസൂദ് അസറിന്റെ അനന്തരവളായിട്ടുള്ള ഈ പെണ്ണിന്റെ പേര് എനിക്ക് തോന്നുന്നത് ആരിഫ ബീവി, അങ്ങനെ എന്തോ ആണ് അതിന്റെ പേര്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, അങ്ങനെ എന്തോ ആണ് അവരുടെ പേര്. അപ്പൊ ആ പേരിൽ അവര് ജിഹാദിനായിട്ടുള്ള വലിയ കോഴ്സുകൾ അവിടെ ആരംഭിക്കുന്നു. അങ്ങനെ കോഴ്സുകൾ ആരംഭിച്ചത് പാക് അധീന കശ്മീരുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അവിടെ നിന്ന് നമ്മുടെ നാട്ടിലെ ഒരു യുവതി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ പ്രവർത്തനം തുടങ്ങുന്നു. 2022 തന്നെ ഈ ഡൽഹിയിൽ മാത്രമല്ല 32 സ്ഥലങ്ങളിൽ ബ്ലാസ്റ്റ് ചെയ്യാനുള്ള ഗൂഢാലോചന ഈ മുസമ്മൽ, പിന്നെ ഈ ഉമർ നബി, പിന്നെ ഈ പെണ്ണുമ്പിള്ള അടക്കമുള്ള ആൾക്കാർ മൊത്തത്തിൽ നടത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പക്ഷെ ഇതിലെ നമ്മുടെ പാകിസ്ഥാൻ മാത്രമല്ല, ഇതിലെ മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത് തുർക്കിയാണ്. ഇപ്പോഴാണ് ചിത്രം യഥാർത്ഥത്തിൽ വ്യക്തമാകുന്നത്. തുർക്കിയാണ് ഇതിന്റെ മാസ്റ്റർ മൈൻഡ്. കാരണം തുർക്കി സന്ദർശനം ഇവരെല്ലാവരും കൂടെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ തുർക്കി സന്ദർശനം ഇവർ നടത്തുമ്പോഴാണ് തുർക്കിയിൽ വെച്ചാണ് ഇതിന്റെ കോൺസ്പിറസി നടന്നത് എന്നാണ് പറയപ്പെടുന്നത്. അസീം മുനീറാണ് ഈ കോൺസ്പിറസിയുടെ തല. 32 ഇടങ്ങളിൽ ബോംബ് ബ്ലാസ്റ്റ് ആണ് ഇവർ പ്ലാൻ ചെയ്തത്. 2022 തന്നെ ഇവർ ഈ ബോംബ് ബ്ലാസ്റ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുംഭമേള അടക്കം ഇവരുടെ റഡാറിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ, കുംഭമേളയിൽ ഇത് നടന്നു കഴിഞ്ഞാൽ ഏത് തരത്തിലായിരിക്കും ഇതിന്റെ ഒരു റേഞ്ച് പോവുക എന്ന് നമുക്ക് മനസ്സിലാകും. കുംഭമേള അടക്കം ഇവർ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നിരിക്കണം റൈസിൻ എന്ന് പറയുന്ന പോയിസൺ ഒക്കെ ഇവർ ഉണ്ടാക്കിയിരുന്നത് എന്ന് നമുക്കിപ്പോ വിചാരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ട ദുരന്തത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഒറ്റയടിക്ക് മേ ബി 1 കോടി 1.5 കോടി ആൾക്കാരൊക്കെ മരിച്ചു പോകുമായിരുന്നു എന്നുള്ളതിന്റെ ആ ഒരു അതിഭീകരമായിട്ടുള്ള ഒരു എന്താ പറയാ, ആ ഒരു ഗ്രാവിറ്റി ഉള്ള ആ ഒരു പദ്ധതിയാണ് നമ്മുടെ സർക്കാരും നമ്മുടെ ഇന്റലിജൻസ് ഇവൻ ചേർന്ന് പൊളിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് അവർക്കൊരു വലിയ കയ്യടി കൊടുക്കാതെ മുന്നിലേക്ക് പോകാൻ പറ്റില്ല. രണ്ടാമത് തുർക്കി. ഈ തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട് തുർക്കി ഇത് ആദ്യമായിട്ടല്ല നമുക്ക് പണി തരുന്നത്. തുർക്കി പാകിസ്ഥാനെ നിരന്തരം സപ്പോർട്ട് ചെയ്യുകയാണ്. കശ്മീർ വിഷയത്തെ സപ്പോർട്ട് ചെയ്തു. ബൈറക്ടർ ഡ്രോണുകൾ പാകിസ്ഥാന് കൊടുത്ത് ഇന്ത്യയിലേക്ക് അയപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തുർക്കിയെ ഒതുക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ വലിയ ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. നരേന്ദ്രമോദി പറഞ്ഞത് ഓൾ ദോസ് റെസ്പോൺസിബിൾ വിൽ ഡെഫിനറ്റ്ലി കം ഇൻ ടു ജസ്റ്റിസ്. അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് ലോകത്തിനൊരു സന്ദേശം കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ശേഷം ട്വിറ്റർ ഹാൻഡിലുകളിലും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള ഹാൻഡിലുകളിലും വരുന്ന വലിയൊരു ചർച്ച എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഇനി അടുത്തൊരു ഗാസയായി മാറാൻ പോവുകയാണ്. ഇന്ത്യ പാകിസ്ഥാനെ അടുത്തൊരു ഗാസയാക്കി മാറ്റുമെന്നാണ് പറയുന്നത്. ഇത് മാത്രമല്ല, ഇതിൽ വേറൊരു സംഭവമുള്ളത്, 20 പട്ടാളക്കാർ തുർക്കിയുടെ മരണപ്പെട്ടു കഴിഞ്ഞു. മരണപ്പെട്ടത് നമ്മുടെ നാട്ടിൽ ഈ ഡൽഹി ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായതിനു ശേഷം 3 രാജ്യങ്ങളാണ് ഒരേ സമയം പ്രതിസന്ധിയിലായത്. ബംഗ്ലാദേശിൽ വലിയ തീവെപ്പും കലാപവും, അവിടെ ചെയിൻ സീരീസ് ഓഫ് ബോംബ് ബ്ലാസ്റ്റും. അത് കഴിഞ്ഞ് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ഹൈക്കോടതിക്ക് മുന്നിലടക്കം വലിയ ബോംബ് ബ്ലാസ്റ്റും കാര്യങ്ങളും ഒക്കെ നടന്നു. 12ഓ 20ഓ പേരും മരിച്ചു. തുർക്കി സൈനിക ചരക്ക് വിമാനം തുർക്കിയുടെ അസർബൈജാൻ ഈ ജോർജിയ ബോർഡറിൽ തകർന്നു വീഴുന്നു. ജോർജിയ ബോർഡറിൽ തകർന്നു. അപ്പൊ ഇത് തകർന്നു വീഴുന്ന അവിടെ 20 പട്ടാളക്കാർ മരിക്കുന്നു. എന്നാൽ തുർക്കി അത് വലിയ കാര്യമാക്കുന്നില്ല. എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അത് വലിയ വാർത്തയാക്കുന്നില്ല എന്നുള്ളതാണ്. അത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം 20 പട്ടാളക്കാർ മരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തുർക്കിക്ക് വലിയൊരു അടി. ഈ സൈനിക വിമാനം എങ്ങോട്ടേക്ക് സൈനിക ചരക്കും കൊണ്ടുപോകുന്ന വിമാനമായിരുന്നു, പാകിസ്ഥാനിലേക്ക് വരുന്ന വിമാനമായിരുന്നു എന്നുള്ള അനൌദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോ ഇതെല്ലാം നമുക്ക് കൂട്ടി യോജിപ്പിച്ച് നോക്കുമ്പോൾ നമ്മൾ ആദ്യം ഒതുക്കേണ്ട രാജ്യം എന്ന് പറയുന്നത് ഇപ്പോൾ തുർക്കിയായി മാറിയിരിക്കുകയാണ്. ഒരാവശ്യവുമില്ലാതെ ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാനായിട്ട് തുർക്കി മുതിരുമ്പോൾ ഇന്ത്യ കൊടുക്കുന്ന അടി എന്ന് പറയുന്നത് അതിശക്തമായിട്ടുള്ള അടിയായിരിക്കും. നമുക്കറിയാം അസർബൈജാനല്ല അർമേനിയയിൽ ധനുഷ് വിട്ടുപോയൊരു പോയിന്റ് ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. നമുക്ക് അമേരിക്ക തരാനുള്ള അപ്പാച്ച ഹെലികോപ്റ്ററുകൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ്. ഞാനത് വിട്ടുപോയി. താങ്ക് യു അത് ഓർമ്മിപ്പിച്ചതിന് താങ്ക് യു. അതായത് ഇന്നത്തെ
ഇത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മലയാള മാധ്യമങ്ങളൊന്നും കൊടുത്ത് ഞാൻ കണ്ടില്ല. അത് ഞാൻ കണ്ടത് കഴിഞ്ഞ ദിവസം നമ്മുടെ അപ്പാഷെ ഹെലികോപ്റ്ററുകൾ നമുക്ക് അമേരിക്ക തരാനായിട്ടുണ്ട്. അപ്പാഷെ ഹെലികോപ്റ്ററുകൾ പോളണ്ടിലേക്ക് 2 അവർ കൊടുത്തു. നമുക്ക് അമേരിക്ക തരാനുള്ള ഹെലികോപ്റ്ററുകൾ ലണ്ടൻ വരെ വന്ന ശേഷം ആ ഹെലികോപ്റ്ററുകൾ കാണാതായി. എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. ഇപ്പൊ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ലണ്ടനിൽ നിന്ന് അത് തിരിച്ചു നേരെ അമേരിക്കയിൽ തന്നെ എത്തിയിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം തുർക്കി നമ്മുടെ അവരുടെ വ്യോമപാത ഇത് കൊണ്ടുവരാനായിട്ട്, അതായത് അമേരിക്ക നമുക്ക് തരാനുള്ള ഹെലികോപ്റ്ററുകൾ കൊണ്ടുവരാനായിട്ട് തുർക്കി കൊടുത്തില്ല, അത് അടച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. അപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം, വലിയ എന്ന് പറഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള ഒരു സംഘർഷത്തിനാണ് കളം ഒരുങ്ങുന്നത്. അതിനുള്ള പാതയാണ് തെളിഞ്ഞു വരുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പാകിസ്ഥാൻ ഇങ്ങനെയാണെങ്കിൽ അടി മേടിച്ചു കൂട്ടും, അടി കൊണ്ട് പാകിസ്ഥാനെ അടിച്ചു ചുരുട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അത് ഏത് രീതിയിലായിരിക്കും, എങ്ങനെ ആയിരിക്കും എന്നുള്ളത് മാത്രമാണ്. അണിയറയിൽ പണികൾ നടക്കുന്നുണ്ട്. പാകിസ്ഥാനിലേക്ക് ഏത് നിമിഷവും ഞങ്ങൾക്ക് ആക്രമണം നടത്താൻ ഞങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല എന്ന് നേരത്തെ തന്നെ പല ആൾക്കാരും, സൈനിക മേധാവി ആയിക്കോട്ടെ, CDS ആയിക്കോട്ടെ, രാജ്നാഥ് സിംഗ് ആയിക്കോട്ടെ, നിതിൻ ഗഡ്കരി ആയിക്കോട്ടെ, എല്ലാവരും പറയുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് ലോകത്തിനൊരു സന്ദേശം നൽകും, ഈ ഡൽഹി ബ്ലാസ്റ്റ് നടത്തിയവർക്ക് ലോകത്തിനൊരു സന്ദേശം നൽകുമെന്ന് പറയുന്നു. ഇത് നമ്മുടെ രാജ്യത്തിന് എങ്ങനെയാണ് ഇത് വ്യാഖ്യാനിക്കുന്നത്, ഈ ലോകത്തിന് നൽകുന്ന സന്ദേശം, ഈ ഒരു സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ട്? 93 അപ്പാച്ച ഹെലികോപ്റ്ററുകളാണ് നമുക്ക് അമേരിക്കയുമായിട്ട് കരാറുള്ളത്. 93 അതിൽ കുറച്ച് നമുക്ക് തന്നിരുന്നു. അത് നമ്മളെല്ലാം വിന്യസിച്ചിരിക്കുന്നത് ജമ്മു കാശ്മീരിന്റെ അതിർത്തി മേഖലയിലാണ്. ഇത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ഇതിന്റെ ആദ്യ ഗഡു വിമാനം വന്നിരിക്കുന്നത്. അടുത്ത ഗഡുവിന്റെ ഭാഗമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് 3 ഹെലികോപ്റ്ററുകളാണ് ഇപ്പോൾ ഉടനെ തന്നെ ഇന്ത്യക്ക് നൽകാനായിട്ട് ഈ അമേരിക്ക നൽകുകയും അത് UK വരെ എത്തിയിട്ട് അത് കാണാതാകും. ഇന്നലെ തന്നെ വന്ന വാർത്തയാണ്, പക്ഷെ അതിലൊരു ക്ലാരിറ്റി കിട്ടിയിരുന്നില്ല. പക്ഷെ ഇന്ന് മലയാള മാധ്യമങ്ങളടക്കം അത് കൊടുത്തിട്ടുമുണ്ട്. അതിന് കാര്യം തുർക്കി അതിന്റെ വ്യോമപാത അനുവദിച്ചില്ല. അത് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, പാകിസ്ഥാനെ സന്തോഷിപ്പിക്കുക. ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യവും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യവും അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞാൽ രണ്ടും ഒരേപോലെ പ്രവർത്തിക്കുന്ന രാജ്യമാണ്. അതായത് നാണം കെട്ട് എവിടെയും അവർ ചെല്ലും. ആ തുർക്കി യൂറോപ്യൻ യൂണിയൻ നാറ്റോ സഖ്യത്തിൽപ്പെടുന്ന രാജ്യമാണ്. ആ തുർക്കി റഷ്യയുമായിട്ടും ടൈംസിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ റഷ്യക്കെതിരെ കൊണ്ട് വിമാനം കൊണ്ടിട്ടിട്ടുണ്ട് അർമേനിയയിലല്ല, അർമേനിയ പോളണ്ട് ആ മേഖലയിൽ കൊണ്ട് നിരീക്ഷണ വിമാനം ഈ നാറ്റോയുടെ ഭാഗമായിട്ട്, സഖ്യസേനയുടെ ഭാഗമായിട്ട് ഇട്ടിട്ടുണ്ട്. ഇവർ ആരുടെ കൂടെയും പോയി നിൽക്കും. പക്ഷെ ഇവരെ അടുപ്പിക്കാത്ത ഒരേ ഒരു രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ആണ്. അവർ 7 അടുപ്പിക്കാറില്ല. പക്ഷെ തുർക്കിയുടെ ഏറ്റവും വലിയ, എർദോഗന്റെ ഏറ്റവും വലിയ മോഹം ഖലീഫയാകുക, വീണ്ടും ഖലീഫയാകുക, അദ്ദേഹത്തിന്റെ കീഴിൽ. അപ്പൊ ഈ ഭീകരവാദികളൊക്കെ അവരുടെ ഒരു തലതൊട്ടപ്പൻ, ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത്, ഇപ്പം ലോക പോലീസ് എന്ന് പറയുന്നതൊക്കെ ഇസ്ലാമിക ആളുകൾ, അല്ലെങ്കിൽ ഈ IS കണക്കുള്ള അവന്മാരെല്ലാം കൂടി ഓരോ രാജ്യങ്ങളും പിടിച്ചടക്കി അതിന്റെ ടോപ്പ് ലെവലിലേക്ക് വരുന്ന തുർക്കി എർദോഗൻ ആണ് എന്നുള്ള രീതിയാണ് അവർ പ്ലാൻ ചെയ്ത് വെക്കുന്നത്. ഏതായാലും എർദോഗനും അതിന് വലിയ താല്പര്യമുള്ള ഒരു കക്ഷിയാണ്. ആ എർദോഗൻ നമ്മളുമായിട്ടുള്ള ഉടക്ക് തുടങ്ങുന്നത് ഓപ്പറേഷൻ സിന്ദൂറിനും വളരെ മുൻപ് തന്നെയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ശ്രീമാൻ നരേന്ദ്രമോദി സൈപ്രസിൽ പോയിരുന്നു. സൈപ്രസ് എന്ന് പറയുന്നത് തുർക്കിയുമായി നിരന്തരം അടി നടക്കുന്ന ഒരു രാജ്യമാണ്. ആ സൈപ്രസിൽ അവരുടെ ബോർഡറിൽ എത്തിയിരുന്നു. തുർക്കി പിടിച്ചെടുത്ത, അല്ലെങ്കിൽ ആ ഒരു മേഖല, തുർക്കി സൈപ്രസിന്റെ കുറെ സ്ഥലങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ആ സ്ഥലത്തിന്റെ ബോർഡറിൽ നിന്ന് സംസാരിക്കുന്ന ആ ഒരു ചിത്രമൊക്കെ പുറത്തു വരും. സൈപ്രസിന് നമ്മൾ ബ്രഹ്മോസ് അടക്കമുള്ള ആയുധങ്ങൾ കൊടുത്തു. അതിനപ്പുറത്ത് തുർക്കിയുടെ കിടക്കുന്ന മറ്റൊരു രാജ്യമാണ് ഗ്രീസ്. ഈ ഗ്രീസിലും നമ്മുടെ തന്നെയാണ് ഈ പിനാക മിസൈൽസ് അടക്കമുള്ള ആയുധങ്ങൾ. നമ്മളുടെ ആയുധത്തിന്റെ സഖ്യകക്ഷിയാണ് ഗ്രീസ്. അവർ രണ്ടും കിടക്കുന്നു. അതിന്റെ അപ്പുറത്ത് നമ്മുടെ എക്കാലത്തെയും ചങ്ക് ബ്രസീൽ കിടക്കുന്നു ഇപ്പുറത്ത്. ഇങ്ങനെ ചുറ്റോട് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ വിമാനം തകർന്നതിന്റെ പിന്നിൽ ആരാണ് എന്ന് നമുക്ക് അറിയില്ലെങ്കിൽ പോലും വിമാനം തകർന്നതിനകത്ത് ചില എലിമെന്റ്സുകൾ വരാം. കാരണം ഇസ്രായേൽ കണക്കൊക്കെ ഒരു രാജ്യം, കാരണം ഇന്ത്യയുടെ ഒപ്പം എക്കാലവും നിലകൊള്ളുന്ന ഒരു രാജ്യം, അവരുടെയും കൂടി ഒരു പൊതുശത്രുവാണ് തുർക്കി എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഇവർക്ക് എവിടെ പണിയെടുക്കാൻ എന്നും നമുക്ക് പറയാൻ കഴിയില്ല. സാധ്യതകളിലേക്കാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അങ്ങനെ. സാധ്യതകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാരണം അവരുടെ ഒരു 1-ാം നമ്പർ ശത്രുവാണ് ഈ തുർക്കി എന്ന് പറയുന്നത്. കാരണം അവരുടെ ബെഞ്ചമിൻ നെതന്യാഹുവിന് പറക്കാനായിട്ട് വ്യോമപാത അനുവദിച്ചില്ല, അവരുടെ പ്രസിഡന്റിന് പോകാൻ വ്യോമപാത അനുവദിച്ചില്ല, ഈ ഇസ്രായേലിലേക്ക് വരുന്ന ചരക്കും കൊണ്ട് വരുന്ന തുറമുഖങ്ങളൊന്നും ഇപ്പൊ അനുവദിക്കുന്നില്ല തുർക്കി. അങ്ങനെ ഇവരുമായിട്ട് ഭയങ്കര ക്ലാഷിലാണ്. അവർ നോക്കിയിരിക്കുന്നത് അവന്മാർക്ക് പിന്നെ റെസ്റ്റ് ഇല്ലല്ലോ ഈ ഇസ്രായേലുകാർക്ക്. എവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങിയാലല്ലേ അടുത്തടുത്തേക്ക് നീങ്ങാൻ പറ്റൂ. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഒതുക്കാൻ അവർ വെച്ചിരിക്കുന്ന 2 രാജ്യങ്ങളൊന്നും ഈ പാകിസ്ഥാനും തുർക്കിയുമാണ്. അതങ്ങനെ. അപ്പൊ നമ്മളുടെ സഖ്യകക്ഷി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മളുമായിട്ട് കട്ടക്ക് നിൽക്കുന്ന 3 രാജ്യങ്ങൾ ഈ തുർക്കിക്ക് ചുറ്റുമുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യ ഇപ്പോൾ പഴയ ഇന്ത്യയല്ല. കാരണം അതിർത്തിയിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാർക്ക് അപ്പുറം നമുക്കൊരു അജ്ഞാതമായ ശക്തി കൈവന്നിരിക്കുന്നു എന്നാണ് പലയിടത്തും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യയിൽ 6:55 ബോംബ് പൊട്ടുന്നു. ന്യൂഡൽഹിയില് ചെങ്കോട്ടയ്ക്ക് സമീപം ബോംബ് ബ്ലാസ്റ്റ് നടക്കുന്നു. അത് കഴിയുമ്പോൾ പുലർച്ചെ
3:15 കൂടി ബംഗ്ലാദേശിന്റെ 11 ഇടങ്ങളിൽ പുലർച്ചെ വെളുപ്പിന് ബോംബ് പൊട്ടുന്നു. നട്ടുച്ചയ്ക്ക് 12 മണിക്ക് ഇസ്ലാമാബാദിൽ, പാകിസ്ഥാനിലെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ചാവേറാക്രമണം നടക്കുന്നു, ബോംബ് പൊട്ടുന്നു. അതിനുശേഷം പിന്നെ കേൾക്കുന്ന വാർത്ത, വൈകുന്നേരത്തോട് കേൾക്കുന്ന വാർത്ത, തുർക്കിയിലെ ഒരു വിമാനം തകർന്നു വീണു. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും തുർക്കി ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ഇപ്പോൾ ചിത്രങ്ങളൊക്കെ ഇന്നലെ എനിക്ക് തോന്നുന്നു CNN-ഓ BBC അതിന്റെ ചിത്രം പുറത്തു വിട്ടിട്ടുണ്ട്, തകർന്നു കിടക്കുന്ന ചരക്ക് വിമാനത്തിന്റെ. ആദ്യം കേട്ടിരുന്നത് അതിനകത്ത് 20ഓളം അമേരിക്കൻ പട്ടാളക്കാരാണ്. പക്ഷെ അമേരിക്കൻ പട്ടാളമൊന്നും അല്ലായിരുന്നു, ഇവരുടെ പട്ടാളം തന്നെയായിരുന്നു. ഇത് അസർബൈജാനിലേക്ക് വരികയായിരുന്നു എന്നൊരു വാർത്തയുണ്ട്. അസർബൈജാൻ എന്ന് പറഞ്ഞ പാകിസ്ഥാന്റെ സഖ്യകക്ഷിയാണ് അസർബൈജാൻ. അപ്പൊ അവിടെ വന്നിട്ട് അതുവഴി പാകിസ്ഥാനിലേക്ക് കടക്കാൻ ഒരു ശ്രമമായിരിക്കാം നടത്തിയിരുന്നത്. പക്ഷെ എന്തായാലും പൊളിഞ്ഞ് അടുങ്ങിപ്പോയിരിക്കുന്നു. ഇങ്ങനെ നിൽക്കുന്ന ഒരു രീതിയാണ് ഇതിനകത്ത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതിനകത്ത് അമേരിക്ക ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് പക്ഷെ വേറൊരു കാര്യമുണ്ട്. റുബിയോ ഇന്നലെ ജപ്പാനിൽ അദ്ദേഹം പോയിരുന്നു. അദ്ദേഹം അവിടുത്തെ മാധ്യമപ്രവർത്തകരോട് അഭിസംബോധന ചെയ്ത അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ നടന്ന ഭീകരവാദത്തിന് ഇന്ത്യ ഒരു തക്ക മറുപടി കൊടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവരിപ്പോൾ അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണം കിട്ടി അവർക്ക് ബോധിച്ചു കഴിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. അന്ന് അവർ നടന്ന് യുദ്ധം താൽക്കാലികമായി അവർ നിർത്തിവെച്ചുവെങ്കിൽ ഇനി അങ്ങനെ അവർ ഒതുങ്ങുമോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ അതെന്തായാലും പരിശോധിക്കുന്നുണ്ട്. തങ്ങളോട് ഈ വിവരങ്ങൾ അവർ പങ്കുവെക്കുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയും കരുതുന്നുണ്ട്. ഒരടി ഈ ഇന്ത്യ മറ്റേ ഇവിടെ എന്ന് കരുതുന്നുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ തുർക്കിയുമായിട്ട് ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ നമ്മൾ ബന്ധം ഉലഞ്ഞു എന്ന് തന്നെ പറയാം. അത് നേരത്തെ തന്നെ ഉലഞ്ഞു, നാട്ടുകാരായിട്ട് തന്നെ ഉലച്ച സംഭവമാണത്. ഇന്ത്യൻ ജനത തന്നെയാണ് ആദ്യം പണി കൊടുക്കുന്നത്. അവിടത്തേക്കുള്ള ഈ ടൂറിസ്റ്റ് വിസകളെല്ലാം കൂടെ ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യക്കാർ പണി കൊടുക്കുന്നത്. ഏതാണ്ട് 4 കോടി ഡോളറിന്റെ നഷ്ടമാണ് അവർക്ക് അന്ന് സംഭവിച്ചത്. അപ്പം ഈ വരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ നമ്മുടെ രാജ്യം കൂടി അത്തരത്തിലേക്ക് നീങ്ങുകയാണ്. കാരണം തുർക്കി എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങൾക്കും തലവേദനയായിട്ട് രാജ്യമാണ്. റഷ്യയായിട്ടൊന്നും അവർ വലിയ ക്ലോസ് ഫ്രണ്ട്സ് ഒന്നും അല്ല. അവര് റഷ്യയിൽ പോകും വരും. അതാണ് ഈ പാകിസ്ഥാൻ കണക്കാണ്. പാകിസ്ഥാൻ ഇപ്പൊ റഷ്യക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെയും പോകും. അവര് പുടിനോടൊക്കെ സഹായം ചോദിച്ചില്ലായിരുന്നു അവര്. അതിലൊക്കെ അവർ ചെയ്യും. അതിനകത്ത് ഈ അടുത്ത് വിമാനമൊക്കെ ചോദിച്ചു. അതുപോലുള്ളൊരു രാജ്യം മാത്രമാണ് അവര്. പക്ഷെ അമേരിക്കയുടെ സാമമായിട്ട് കിടക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അങ്ങനെ നിൽക്കുന്ന രാജ്യം. ഈ ഗതികെട്ടവന്മാർ എല്ലായിടത്തും പോകുമെന്ന് പറയുന്ന നിനക്ക് അങ്ങനെ പോകുന്ന ഒരു രാജ്യം മാത്രമാണ്. ഇതിനോടനുബന്ധിച്ച് വരുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ മേഖലയിൽ ജപ്പാനും ചൈനയും തമ്മിൽ കൊമ്പ് കൊടുത്തിരിക്കുന്ന ഒരു വാർത്ത കൂടി വരുന്നുണ്ട് ഇപ്പോൾ. ജപ്പാൻ പറഞ്ഞിരിക്കുന്നത് ചൈന തങ്ങളുടെ അടുത്തുള്ള ഒരു ദ്വീപ്, അതായത് തായ്വാനിന്റെ ദ്വീപ് പിടിച്ചെടുക്കുന്നത് തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ എതിർക്കും, ഞങ്ങൾ അടിക്കുമെന്നാണ് പറഞ്ഞത്. ചൈന പറഞ്ഞത് നിങ്ങളുടെ കഴുത്ത് ഞങ്ങൾ വെട്ടും എന്നാണ് ജപ്പാനോട് പറഞ്ഞിരിക്കുന്നത് ചൈന. ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്, അതിൽ കയറി ഇടപെട്ടാൽ ഇവര് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ തടയും കൈ വെട്ടുമെന്ന് പറഞ്ഞു, അവർ കഴുത്ത് വെട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അത്രത്തോളം വാക്കുപോൽ അവർ തമ്മിൽ എത്തിയിരിക്കുന്നു. പക്ഷെ ജപ്പാൻ ഇതിനകത്തേക്ക് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി സൈനിക സഖ്യം എന്ന നിലയിൽ അമേരിക്കയ്ക്ക് ജപ്പാനെ പിന്തുണച്ച് രംഗത്തെത്താതിരിക്കാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യവുമാണ്. അപ്പം ഈ മേഖല വീണ്ടും, അതായത് ഞാനിവിടെ നേരത്തെ തന്നെ പറഞ്ഞിരുന്ന കാര്യമുണ്ട്, ഇതൊരു സൈലന്റ് ആണ് ഇപ്പോൾ. ഇത് പ്രേക്ഷകർക്ക് അറിയാൻ കഴിയും. ഒരു നിശബ്ദതയാണ് ഇപ്പോൾ നടക്കുന്നത്. ട്രംപൊന്നും ഇപ്പൊ നമ്മുടെ പിക്ചറിലേ ഇല്ല. നമ്മൾ ആരെങ്കിലും ട്രംപിനെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടോ? ട്രംപ് എന്തുകൊണ്ട് വാർത്തകളിൽ നിന്ന് പോകുന്നു? നമ്മൾ ചർച്ച ചെയ്യുന്നതല്ല, ആരും ചർച്ച ചെയ്യുന്നില്ല ട്രംപിനെ കുറിച്ച്. എന്തുകൊണ്ടാണ്? ട്രംപ് പിക്ചറിലില്ല. ഇപ്പോൾ എല്ലായിടത്തും ഒരു നിശബ്ദതയാണ്. ആ നിശബ്ദത എന്ന് പറയുന്ന ഒരു വലിയ അടിക്കുമ്പോൾ നിശബ്ദതയാണ്. ഇനി ഇതിനിടയിൽ ഉക്രൈനിൽ നടന്ന സംഭവം ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തോ? അവരുടെ പ്രധാനപ്പെട്ട ഒരു നഗരം റഷ്യ പിടിച്ചെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ഒരു പ്രധാനപ്പെട്ട നഗരം പിടിച്ചെടുത്തു കഴിഞ്ഞിരിക്കുന്നു റഷ്യ. അത് കഴിഞ്ഞ ദിവസം അവരുടെ മുഴുവൻ സ്ഥലങ്ങളും ആ നഗരത്തിന്റെ മുഴുവൻ ഏരിയകളും അവർ പിടിച്ചെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ചെറിയ ചെറിയ വാർത്തകളായിട്ടാണ് ഇന്റർനാഷണൽ, കാരണം ഇന്റർനാഷണൽ മീഡിയസിന് റഷ്യൻ വാർത്തകൾ കൊടുത്തിട്ട് വലിയ കാര്യമില്ലാത്തതുകൊണ്ടാണ് അവരത് കൊടുക്കാത്തത്. അതവർ മൊത്തം ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്. ട്രംപിന് പഴയ ഓളമില്ല. അതാ നോബൽ പ്രൈസ് കിട്ടാൻ വേണ്ടി കാണിച്ച വെപ്രാളമായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. ഇപ്പം അടുത്ത സുപ്രീം കോടതി വിധി വരുന്നു. പുള്ളിയുടെ ശ്രദ്ധ മുഴുവൻ അതിൽ കിടക്കുകയാണ്. ആ വിധി എങ്ങനെ തിരിച്ചടിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ മേടിച്ച താരിഫ് എല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ നിൽക്കുന്നു. ഈ പുള്ളി മാത്രമേ പറയുന്നുള്ളൂ ഞാൻ അടുത്ത ആഴ്ച ഇന്ത്യ വരും, ഞാൻ കരാർ ഒപ്പുവെക്കും എന്ന് പറയും. ഇന്ത്യ ഇത് പ്രതികരിച്ച് ഞാൻ കണ്ടില്ല ഇത്. പക്ഷെ പുട്ടിന് വരുന്ന കാര്യം ഇന്ത്യ പ്രതികരിച്ചായിരുന്നു. ഡിസംബർ 6-ാം തീയതി പുട്ടിന് ഇവിടെ എത്തുന്നു എന്നുള്ള കാര്യം ഇന്ത്യ ഔദ്യോഗികമായി ഡിക്ലെയർ ചെയ്തു. പുട്ടിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ട്രംപ് പറയുന്നത് ഞാൻ ഇന്ത്യ പോകുന്നുണ്ട്, ഇന്ത്യ വേണ്ടി ഇപ്പോൾ ഉടനെ കരാർ വെക്കും. എല്ലാം പുള്ളി തന്നെയാണ് പറയുന്നത്, പുള്ളി തന്നെയാണ് മാറ്റി പറയുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇപ്പൊ ട്രംപിന് എന്തുകൊണ്ട്, അതാ ഞാൻ പറഞ്ഞത്, പ്രേക്ഷകർക്ക് തന്നെ ഈ ഇന്റർനാഷണൽ ന്യൂസുകൾ അനാലിസിസ് ചെയ്യാൻ കഴിയും. നോക്കൂ, ആരാണ് ഇപ്പോൾ ഈ വാർത്തകൾ നിറഞ്ഞു നിൽക്കാത്തത്? അതായത് വാർത്തകളില്ല, ട്രംപില്ല. പകരം വാർത്തകളിലേക്ക് ഇപ്പൊ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ത്യയും ചൈനയും റഷ്യയും കണക്കുള്ള രാജ്യങ്ങളാണ്. അതായത്
അവരുടേതായ ഒരു കളി പിന്നെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇവരാരും ഇതുവരെ മൈൻഡ് ചെയ്തിട്ടില്ല. ചൈന അവരുടെ താരിഫ് നയമോ വ്യാപാര കരാറോ ഒന്നും അവർ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. അതൊരു വഴിക്ക് ട്രംപ് നടക്കുന്നുണ്ട്. ഇന്ത്യയും മൈൻഡ് ചെയ്യുന്നില്ല. ഇന്ത്യയും ഇതൊരു വഴിക്ക് നടക്കുന്നുണ്ട്. ഇപ്പം എന്ത് പറ്റുന്നു, ഇന്ത്യയായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് അടുത്താ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പാകിസ്ഥാൻ ഇനിയിപ്പോ എനിക്ക് തോന്നുന്നത് ഇന്ത്യ കയറി അടിച്ചാലും ഉടനടി ഒന്നും അമേരിക്ക സപ്പോർട്ട് ചെയ്യാൻ സാധ്യത ഇല്ല എന്ന് തോന്നുന്നു പാകിസ്ഥാന്. കാരണം തുർക്കി ഇന്ത്യയുടെ ഈ തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ വിഷയങ്ങളുണ്ടല്ലോ, തുർക്കി ഇന്ത്യയുമായിട്ട് ഇതിന് പിന്നിൽ തുർക്കിയിൽ ഒരു കോൺസ്പിറസി നടന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും തുർക്കിയെ നേരിടാൻ പോകുന്നത്? അതിലെന്താണ് ബിജുചേട്ടന് തോന്നുന്നത്? തുർക്കിയെ നമുക്ക് എന്തായാലും പാകിസ്ഥാനെ പോലെ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യമല്ല തുർക്കി എന്ന് പറയുന്നത്. തുർക്കിയെ സൈനികപരമായിട്ട് നേരിടും എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യക്കൊരു എതിരാളിയാണോ തുർക്കി? തുർക്കി ഒരു നാറ്റോ രാജ്യം കൂടെയാണ്. അപ്പോൾ തുർക്കിക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്ന പ്രഹരം ഏത് തരത്തിലായിരിക്കും എന്നാണ് തോന്നുന്നത്? ധനുഷ, ഈ തുർക്കി ആയാലും പാകിസ്ഥാൻ ആയാലും ബംഗ്ലാദേശ് ആയാലും അവരുടെ അന്തകന്മാരെ അവർ തന്നെ വളർത്തിയിട്ടുണ്ട് അവരുടെ നാട്ടില്. അവരല്ലേ ഇപ്പൊ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുർക്കി എന്ന് പറഞ്ഞാൽ ഈ സ്വർഗമൊന്നുമല്ല. അവിടെ 7 8 നല്ല എന്താ പറയുക, മൂത്ത് പഴുത്ത തീവ്രവാദ സംഘടനകളുണ്ട്. അവന്മാർ ഇടയ്ക്കിടയ്ക്ക് അവിടെ നടന്ന പണി കണ്ടിട്ടുണ്ടോ? 20 പേര് 50 പേരൊക്കെയാണ് അവിടെ ഒറ്റടി കൊല്ലപ്പെടുന്നത്. അവര് ചിലപ്പം അവർക്ക് ഭരണപക്ഷത്തോട് എതിർപ്പാണ്. യസീദികൾ ഒരു വലിയ വിഭാഗം ഭരണപക്ഷത്തോട് എതിർപ്പാണ്. ഒരുപക്ഷെ ഇന്ത്യ നടത്തുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ അവിടെ ആഭ്യന്തര കലാപം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അവിടെ ഉണ്ടായില്ലേ തുർക്കിയിൽ ഈ അടുത്തൊരു ആഭ്യന്തര കലാപം ഉണ്ടായതേ ഉള്ളൂ. അത് അടിച്ചമർത്തിയിട്ടൊന്നും ഇല്ല, ഉണ്ടായതേ ഉള്ളൂ. അതുണ്ടാകാം. അതായത് അവര് തന്നെ അവരുടെ കാലന്മാരെ വളർത്തിയെടുത്തിട്ടുണ്ട്. ഇനി പിന്നെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു അനുഗ്രഹമൊക്കെ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് അത് കണക്കൊക്കെ എല്ലാത്തിനും ഒരു എന്താ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ പിള്ളേരുടെ സംസ്ഥാനത്തിൽ എല്ലാം തീരുമാനിക്കുന്നത് യൂണിവേഴ്സൽ ആണല്ലോ. ഏലിയൻസുകളും യൂണിവേഴ്സലുകളും ഒക്കെ ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ ആഭ്യന്തര കലാപം ഉണ്ടാകാം. കാരണം അവിടെ തുർക്കി എന്ന് പറഞ്ഞാൽ ഒരു ശാശ്വത സമാധാനമുള്ള രാജ്യമൊന്നുമല്ല. ഒരു ഭാഗം യസീദികൾ സ്വാതന്ത്ര്യം വേണമെന്ന് തുടങ്ങിയിട്ട് സമരത്തിന് തുടങ്ങിയിട്ടില്ലെങ്കിൽ പ്രക്ഷോഭം തുടങ്ങിയിട്ടും യുദ്ധം തുടങ്ങിയിട്ടും നാളുകളേറെയായി. 7 8 ഭീകരവാദ സംഘടനകളുണ്ട്. അവരൊന്നും എർദോഗന് അനുകൂലമായി നിൽക്കുന്നവരല്ല. ഇതുകൂടാതെ ISI ഉണ്ട്. ബംഗ്ലാദേശിൽ എന്താണ്? ബംഗ്ലാദേശിൽ തന്നെ വളർത്തിക്കൊണ്ടുവന്ന ഭീകരന്മാരൊക്കെ അവിടെ തന്നെ ഉണ്ട്. അവന്മാരാണ് ഇടയ്ക്കിടയ്ക്ക് ബോംബ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിൽ അവർക്ക് തന്നെ അറിയത്തില്ല ഇത് ഏത് ഭീകര സംഘടനയാണ് തങ്ങൾക്കെതിരെ ബോംബ് പൊട്ടിക്കുന്നതെന്ന്. ഇതൊക്കെ ഇന്ത്യ ആണോ എന്ന് വെച്ചാൽ അറിയില്ല. പക്ഷെ ഇന്ത്യ പഴയ ലെവലല്ല. ഇന്ത്യക്ക് ഇപ്പം ഇവിടുന്ന് മാത്രമല്ല പണി നടത്തുന്നത്. എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് ഈ ഹിന്ദി സിനിമകളും മറ്റുമൊക്കെ കാണുമ്പോൾ അതിൽ ഈ ഡോൺ കണ്ടിട്ടുണ്ട്. ഈ ഡോണിന് ലോകത്ത് മുഴുവൻ എല്ലായിടത്തും എന്താണ് എന്തും ചെയ്യാൻ കഴിയുമല്ലോ. ഇവിടെ ഇരുന്നുകൊണ്ട് സിംഗപ്പൂരിനെ നിയന്ത്രിക്കാൻ കഴിയും, എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും. അതായത് ഇത്തരത്തിൽ പണ്ട് നമ്മുടെ ഇവിടെ ഞാൻ ഭംഗേന്ദ്രയാണ് സൂചിപ്പിക്കുകയാണ്. LMRക്ക് ശ്രീ രജിത് ജി അദ്ദേഹം പറയാറുണ്ട്, ഇന്ത്യ ഡീപ് സ്റ്റേറ്റായി മാറും എന്ന് അദ്ദേഹം പറയാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് അത്തരത്തിൽ വേണം കാണാൻ. ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങളിൽ വരുന്നതാണ് ഇതും. ഇന്ത്യ അങ്ങനെ മാറുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അത് നമ്മുടെ രാജ്യത്തിന്റെ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് നമ്മുടെ രാജ്യം അത് ഔദ്യോഗികമായി ഡിക്ലെയർ ചെയ്യുമ്പോഴാണ്. ഇല്ലെങ്കിൽ ഇതിന്റെയൊക്കെ മുൻനിരയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹം എഴുതുന്ന ആത്മകഥയിലോ, ഇപ്പൊ ആത്മകഥയൊന്നും ആരും എഴുതാറില്ല, ഏതെങ്കിലും ചാനലിന് ഒരു സുദീർഘ ഇന്റർവ്യൂ കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിനെ ഒരു എന്താണ് പറയുന്നത്, ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ അതിനൊരു ഇത് കൊടുക്കാം. പക്ഷെ അപ്രതീക്ഷിതമാണോ ഇല്ലയോ എന്നറിയില്ല. 6:55 ദില്ലിയിൽ ബോംബ് പൊട്ടുന്നു. വെളുപ്പിന് 3:15 ബംഗ്ലാദേശിൽ 11 പൊട്ടുന്നു. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഇസ്ലാമാബാദിൽ കോടതിയുടെ വാതിൽക്ക് ബോംബ് പൊട്ടുന്നു. വൈകുന്നേരം 6:15 20 തുർക്കിയിലെ വിമാനം തകരുന്നു. ഇതൊക്കെ യാദൃശികമായിട്ടാണോ സംഭവിച്ചത് അതോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് നമുക്ക് പറയുന്നില്ല. അതെല്ലാം പ്രേക്ഷകരുടെ ചിന്തകൾക്ക് വേണ്ടി വിടുന്നു. പ്രേക്ഷകർക്കും ചിന്തിക്കാമല്ലോ ഇതെന്താണ്, എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ളത്. അങ്ങനെയൊക്കെ അസ്ഥിരപ്പെടുത്താൻ നമുക്ക് പറ്റും. അതിനുള്ള കഴിവ് ഇന്ത്യക്കുണ്ട്. അസ്ഥിരപ്പെടുത്താൻ, രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്താനുള്ള കഴിവുണ്ട്. ഇതൊക്കെ തന്നെയാണ് ധനുഷ ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ മറ്റുള്ള രാജ്യങ്ങളുടെ മുതുകത്ത് ചെയ്തുകൊണ്ടിരുന്ന പണി, മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന പണിയാണ്. ഇപ്പൊ ഇന്ത്യ അതിലൊക്കെ ഒരു ബഹുദൂരം മുന്നിൽ എത്തിയെന്നാണ് കാനഡ പറയുന്നത്. അവരുടെ തെരഞ്ഞെടുപ്പ് പോലും ഇന്ത്യയും ചൈനയും റഷ്യയും കൂടെ ചേർന്നിട്ടാണ് ഹാക്ക് ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. അവരെ അട്ടിമറിച്ചു എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകും. ഇല്ല ആർക്കറിയാം. ഇപ്പൊ നമുക്കതിപ്പോ വ്യക്തമായിട്ട് പറയാൻ പറ്റില്ലല്ലോ അത്. എങ്കിലും അങ്ങനെയൊക്കെ നമുക്ക് കരുതുന്നതിൽ തെറ്റില്ല. ഒരാൾ കരുതുന്നെങ്കിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, തെറ്റുമില്ല അതിൽ.